നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യുന്ന സംസ്കാരവും വളർത്തിയെടുക്കണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നത് മുന്നോട്ടുള്ള വിജയത്തിന് പ്രചോദനമാകുമെന്നും സ്പീക്കർ. നെൽവയലുകളും നീർത്തടങ്ങളും ഇല്ലാതാക്കി ആറന്മുള വിമാനത്താവളത്തിന് അനുമതി നൽകാനാവില്ലെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. നിയമവിരുദ്ധ നടപടികൾക്കായി കുറുക്കുവഴികൾ തേടുന്നത് നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്നും P. പ്രസാദ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതിയില്ലാതെ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ രോഗികളെ പരിശോധിച്ച സംഭവം. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും BJPയും. കായംകുളം നഗരസഭാ ചെയർപേഴ്സണെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CPM. ചെയർപേഴ്സന്റെ വീടിന് മുന്നിൽ പ്രവർത്തകർ പ്രതിരോധം സൃഷ്ടിച്ചു. ഫ്രാഞ്ചൈസി ബിസിനസ് അടിസ്ഥാനത്തിൽ റൂട്രോണിക്സ് ആരംഭിക്കാൻ ഉദ്ദേശിച്ച സ്വകാര്യ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾക്ക് ഹൈക്കോടതിയുടെ വിലക്ക്. അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് അഥവാ ഫെയ്സ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് കോടതി തീർപ്പ് കൽപ്പിച്ചത്. ചേർത്തല മരുത്തോർവട്ടം പള്ളിയിൽ കുർബാന തർക്കം. വിശ്വാസികൾ തമ്മിൽ വാക്കേറ്റം, കുർബാന തടസ്സപ്പെട്ടു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസ് സേനയും പള്ളിയിലെത്തി. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യുന്ന സംസ്കാരവും വളർത്തിയെടുക്കണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. പരീക്ഷകളിൽ നേടുന്ന വിജയം മുന്നോട്ടുള്ള വിജയത്തിന് പ്രചോദനമാകുമെന്നും AN ഷംസീർ ചെങ്ങന്നൂരിൽ പറഞ്ഞു. നിങ്ങൾക്ക് പഠിക്കാനും പുറത്തിറങ്ങാനും സാധിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും പാരൻസ് നിങ്ങളോട് പണിക്കുവാൻ പറയും? പറയില്ല. കാരണം എന്താ? അവരുടെ ആഗ്രഹം ഏറ്റവും മികച്ച നിലയിൽ പഠിച്ച് നിങ്ങൾ പുറത്തിറങ്ങണം. അതുകൊണ്ട് മികച്ച നിലയിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഇന്ന് കൃത്യമായി ഫിംഗർ ടിപ്പിൽ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്ന ഒരു ഫിംഗർ ടിപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ക്യാമ്പസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ എല്ലാം കിട്ടണമെങ്കിൽ മാർക്ക് ഉണ്ടാവണം. അതുകൊണ്ട് അത് ലക്ഷ്യം വെച്ച് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. പിന്നെ പാരൻസ് പറയുന്നു, നിങ്ങൾ വിദേശത്ത് പോകുമ്പം ഏൺ വൈൽ യു ലേൺ എന്ന് കേട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം പൈസ ഉണ്ടാക്കുക. അത് മോശമൊന്നുമല്ല. ഇവിടെ നിങ്ങളുടെ MLA വിചാരിച്ചാൽ പറ്റും. ഈ പറയുന്ന IHRDയുമായി അസോസിയേറ്റ് ചെയ്ത് ഇവിടുത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കമ്പനികളുമായി ടൈപ്പ് ചെയ്താൽ ഇവിടെ പഠിക്കുന്ന കുട്ടി ഈ രാവിലെ തൊട്ട് വൈകുന്നേരം നിന്ന് പഠിക്കേണ്ട കാര്യമില്ല. അതൊക്കെ തെറ്റായ ധാരണയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം ഒരു കാര്യമില്ല. അതിനെ കൊണ്ടൊന്നും ഒരു 8 to 1 കോളേജ് ക്യാമ്പസ് ഒരു സ്കൂള്, 1 to 3 ബ്രേക്ക്, 3 to 8 പണിക്ക് പോവുക. അങ്ങനെ പോകുമ്പം നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് കാശ് കിട്ടും. വലിയ സമ്പാദിക്കലല്ല, നിങ്ങളുടെ വട്ടത്തിലെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ, പുതിയ ഡ്രസ്സ് മേടിക്കാൻ, അത്യാവശ്യം സിനിമയ്ക്ക് പോകാൻ അതിൻ്റെ പൈസ കിട്ടും. അങ്ങനെ ഒരു നിങ്ങൾക്ക് ഗൗരവം ഉണ്ടാവും. എന്താ ഗൗരവമാ? ഞാൻ ജോലി ചെയ്തില്ല. ആ സിസ്റ്റം കേരളത്തിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് തീരുമാനമാവട്ടെ. നിങ്ങളുടെ രക്ഷിതാക്കളോട് എനിക്ക് പറയുന്നു, ആ രീതിയിലേക്ക് കൂടി നിങ്ങളെ പാകപ്പെടുത്തണം മക്കളെ. ആ രീതിയിൽ കൂടി മക്കളെ പാകപ്പെടുത്തുന്ന വിദ്യാഭ്യാസ ക്രമത്തിനാണ് ഈ സർക്കാർ നേതൃത്വം കൊടുക്കുന്നത്. വിദ്യാഭ്യാസമേ അതോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കണം. സിവിൽ സർവീസ് മോശമൊന്നല്ല കേട്ടോ. ഞങ്ങൾ ലോ മേക്കേഴ്സാണ്, നിയമം നിർമ്മിക്കുന്നവരാണ്. നിയമം നിർമ്മിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കുന്ന IAS കാരാണ്. നിങ്ങൾക്കൊരു IAS കാരനായാൽ ഒരുപാട് സഹായിക്കാം. സിവിൽ സർവീസ് എന്ന് പറയുമ്പം വളരെ മനോഹരമായ ഒരു പോസ്റ്റാണ്. അതുകൂടി നിങ്ങൾ എയിം ചെയ്യണം. അതിന് വായന വളരെ അനിവാര്യമാണ്. നന്നായി വായിക്കണം. ഉന്നത പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കുന്നത് കുട്ടികളിൽ മുന്നോട്ടുള്ള വിജയത്തിന് പ്രചോദനമാകും. SSLCയും +2വും വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവുകളാണ്. SSLC ഒരു വിദ്യാർത്ഥിയുടെ ആദ്യ പൊതുപരീക്ഷയാണെങ്കിൽ +2 ഏത് മേഖലയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്ന മാർഗമാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഇന്ത്യയ്ക്ക് മാതൃകയാണെന്നും സ്പീക്കർ പറഞ്ഞു. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. ചെങ്ങന്നൂർ IHRD കോളേജിൽ 9 കോടി രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മണ്ഡലത്തിൽ 36 സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു. ബാക്കി കെട്ടിടങ്ങളുടെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നു. വലിയ രീതിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മുന്നേറുമ്പോൾ അതിൽ ചെങ്ങന്നൂർ ഒട്ടും പിന്നിലല്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ഉം CBSE, ICSE, ISE പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും 90% കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ വ്യക്തിഗത നേട്ടം കൈവരിച്ച 100 പേർക്കുമാണ് പുരസ്കാരം നൽകിയത്. ചലച്ചിത്രതാരം അർജുൻ അശോകൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പ്രതിഭകളായ കൺമണി, മുഹമ്മദ് യാസിൻ, ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, KSCM MC ചെയർമാൻ MH റഷീദ്, ചെങ്ങന്നൂർ നഗരസഭ അധ്യക്ഷ ശോഭ വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലിം,
സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എം ശശികുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പുഷ്പലത മധു, KR മുരളീധരൻ പിള്ള, MG ശ്രീകുമാർ, TV രത്നകുമാരി, KK സദാനന്ദൻ, TC സുനിമോൾ, പ്രസന്ന രമേശൻ, PV സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള ദേവി, നഗരസഭാ അംഗം B വിജി, BPO G കൃഷ്ണകുമാർ, P ശെൽവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചെങ്ങന്നൂർ. നെൽവയലുകളും നീർത്തടങ്ങളും ഇല്ലാതാക്കി ആറന്മുള വിമാനത്താവളത്തിന് അനുമതി നൽകാനാവില്ലെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. നിയമവിരുദ്ധമായ നടപടികൾക്കായി കുറുക്കുവഴികൾ തേടുന്നത് നിയമത്തോടുള്ള വെല്ലുവിളിയാണെന്നും P പ്രസാദ് ചേർത്തലയിൽ പറഞ്ഞു. നെൽവയലിന്റെയും തണ്ണീർത്തടങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കാതെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും അവിടുത്തെ തോടുകളും എല്ലാം കയ്യേറി നികത്തി അവിടെ ഒരു പദ്ധതി കൊണ്ടുവരിക എന്നത് ഭാവിയിൽ മാത്രമല്ല ഈ കാലത്ത് തന്നെയും ആറന്മുളയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. 2018-ലെ 19-ലെയും പ്രളയങ്ങൾ ആറന്മുളയിൽ തന്നെ നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട്. വയലെന്ന് പറഞ്ഞാൽ നികത്താനുള്ളതാണ്. നികത്തുമ്പോൾ കിട്ടുന്ന വിലയ്ക്ക് അപ്പുറത്തേക്ക് വയലിന്റെ ഒരു പ്രയോജന മൂല്യം ഉള്ളതിനെ കാണാതെ പോവുകയാണ് പലരും ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് 2008-ൽ കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന് രൂപം കൊടുത്തത്. ആ നിയമം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ നിയമത്തിന്റെ പിൻബലത്തിലാണ് ഞങ്ങൾ കോടതികളിൽ കേസുകൾ വിജയിക്കുന്നതിലേക്ക് എത്തിയല്ല. വലിയ പ്രമാണിമാരാണ് ഞങ്ങൾക്കെതിരായിട്ട് ഈ കേസുമായി വന്ന് കോടതിയിൽ ഹാജരായതല്ല. കേരള സർക്കാരിന് വേണ്ടി, ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി, എയർപോർട്ട് അതോറിറ്റിക്ക് വേണ്ടി, സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് വേണ്ടിയിട്ട്, പിന്നെ ഈ വിമാനത്താവള കമ്പനിക്ക് വേണ്ടിയിട്ട് എത്രയോ പ്രമുഖന്മാരാണ്, വലിയ ഔന്നത്യമുള്ളവർ, മിനിറ്റിന് ലക്ഷങ്ങൾ കൊടുക്കേണ്ടവർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പ്രമുഖരായ അഭിഭാഷകരുടെ നീണ്ട നിരയാണ് വിമാനത്താവള പദ്ധതിക്ക് അനുകൂലമായ വാദമുഖങ്ങൾ ഈ പരമോന്നത നീതിപീഠങ്ങളിലെല്ലാം ഉയർത്തിയത്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് നീതിപീഠങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ വിധി തന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ബലം കൊണ്ടല്ല, ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച കാര്യത്തിന്റെ ഗൗരവം കൊണ്ടും ഞങ്ങൾ നിയമമാണ്, നിയമത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിനെ ബോധ്യപ്പെട്ടുകൊണ്ടും ആയിരുന്നു. അപ്പൊ നിയമം വിജയിച്ചതാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ പരാജയപ്പെടുകയും ചെയ്തതാണ്. അപ്പൊ നിയമവിരുദ്ധമാണ് എന്നതിന്റെ പേരിൽ പരാജയപ്പെട്ട ഒന്നിനെ വിഷയം മാറ്റിയോ പേര് മാറ്റിയോ വീണ്ടും അവതരിപ്പിക്കുമ്പോൾ അത് നിയമത്തോട് ചേരുന്നതാവുകയേ ഇല്ല. ഇതാണ് ഇപ്പോഴും അവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി കുറുക്കുവഴികൾ തേടുക എന്നതിനോട് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. കൃഷി വകുപ്പ് ഈ കാര്യം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ഒരു കത്തങ്ങോട്ട് അയച്ചതിന്റെ പേരിലൊന്നും ഈ പരിപാടി നടപ്പിലാക്കുക എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ ചെയ്യാൻ പറ്റുകയുമില്ല. നമ്മുടെ സംവിധാനം അനുസരിച്ചിട്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ സെക്രട്ടറി കത്തുകൊണ്ടല്ല ഈ കാര്യം നടപ്പിലാവുന്നത്. നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ചുള്ളതാണോ എന്നുള്ളതാണ് അവിടെ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നികത്തപ്പെട്ട ഭൂമിയുണ്ട്. ആ നികത്തപ്പെട്ട ഭൂമി എന്ന് പറഞ്ഞാൽ പണ്ടേ നികത്തപ്പെട്ടതല്ല, നിയമവിരുദ്ധമായി നികത്തപ്പെട്ടതാണ്. നിയമവിരുദ്ധമായി നികത്തപ്പെട്ടതിനെല്ലാം തുല്യം ചാർത്തി കൊടുക്കുക എന്നത് സർക്കാരിന്റെ നടപടിയല്ല. അതിനോട് യോജിക്കാൻ കഴിയുകയും ഇല്ല. ഈ കാര്യം ഞങ്ങൾ നേരത്തെ തന്നെയും ബന്ധപ്പെട്ട ആളുകളെല്ലാം അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ച് മാത്രമേ ഏത് കാര്യവും എവിടെയും നടക്കാൻ പാടുള്ളൂ എന്നുള്ള ശാഠ്യം ഈ സർക്കാരിനുണ്ട്. ആ ശാഠ്യവുമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ രോഗികൾക്ക് ചികിത്സ നൽകിയ പശ്ചാത്തലത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് മൊബൈൽ വെളിച്ചത്തിൽ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ തുടർച്ചയായി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വീഴ്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്തിയൂർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇതൊരു ആദ്യത്തെ സംഭവമല്ല. കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യമായിട്ടുള്ള സംഭവമല്ല. ഇവിടെ ദിനംപ്രതി എല്ലാ ദിവസവും ഇവിടുത്തെ കായംകുളം ജനതയ്ക്ക് അപമാനകരമായ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് കായംകുളം താലൂക്ക് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇവിടെ ഒരു സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ, ഹോസ്പിറ്റലിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കാതെ, സ്വകാര്യ ഹോസ്പിറ്റലുകളെ സഹായിക്കുവാൻ വേണ്ടി കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിനെ വികസനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
യൂത്ത് കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ, സജീദ് ഷാജഹാൻ, കൃഷ്ണ അനു, യൂത്ത് കെയർ കോർഡിനേറ്റർ ഷാനവാസ്, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഫ്സൽ, സുജയ് കടയിൽ, ഇർഫാൻ മുട്ടയ്ക്കൽ, അജി കൊല്ലത്ത്, കടയിൽ സൂര്യ, ആദർശ് മഠത്തിൽ, ഇബിനു, അദിനാൻ, യാസിൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് കായംകുളം. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ രോഗികൾക്ക് ചികിത്സ നൽകിയ സംഭവത്തിൽ BJPയുടെ പ്രതിഷേധം. താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മധ്യമേഖലാ പ്രസിഡന്റ് ആർ ഹാരി ഉദ്ഘാടനം ചെയ്തു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതിയില്ലാതെ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്ന സാഹചര്യവും ആശുപത്രിയുടെ ദുരവസ്ഥയിലും പ്രതിഷേധിച്ച് BJP മണ്ഡലം കമ്മിറ്റി ആശുപത്രിയിലെത്തി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ മൊബൈൽ ലൈറ്റ് തെളിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടതോടെ ഡോക്ടർമാർ രോഗികളെ മൊബൈൽ ടോർച്ച് ലൈറ്റ് വെളിച്ചത്തിൽ പരിശോധിച്ചത്. വെള്ളിയാഴ്ച രാവിലെ OPയിലായിരുന്നു സംഭവം. 100ഓളം രോഗികൾ ചികിത്സയ്ക്കായി നിൽക്കുമ്പോഴാണ് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടത്. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മൊബൈൽ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മരുന്ന് കുറിച്ചത്. ഇത് വാർത്തയായിരുന്നു. OP ടിക്കറ്റ് വിതരണം പോലും ഇതുമൂലം തടസ്സപ്പെട്ടു. പലപ്പോഴും ഇത്തരത്തിൽ വൈദ്യുതി തടസ്സം നേരിടുന്നത് പതിവാണെന്നും അവർ ആരോപിച്ചു. BJP മധ്യമേഖലാ പ്രസിഡന്റ് ആർ ഹാരി ഉദ്ഘാടനം ചെയ്തു. കറണ്ട് ഇല്ലാത്ത സമയത്ത് ഡോക്ടർമാർ പേഷ്യന്റിനെ പരിശോധിക്കുന്നത് മെഴുകുതിരി വെച്ച് കത്തിച്ചുകൊണ്ടുള്ള സാഹചര്യമാണ് കായംകുളം ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യന്റ് പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ജനറേറ്റർ കാര്യങ്ങൾ അതേകൊണ്ടുള്ള സജ്ജീകരണം ഉള്ള സമയത്ത് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ യാതൊരു കാര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ വെറും അഴിമതിയോട് കൂടിയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ സൂപ്രണ്ട് ഉൾപ്പെടെ ഉള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 4.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ICU കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷം ഒന്നായിട്ട് പോലും ഇത് തുറന്നു കൊടുക്കാത്ത ആരോഗ്യവകുപ്പാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു. കായംകുളത്തെ ഈ ആശുപത്രിയെ സംബന്ധിച്ച് ഇന്ന് മന്ത്രിമാരും എല്ലാവരും തന്നെ ഒരു കാര്യവുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്നലെ കായംകുളത്തെ ആശുപത്രിയിൽ മൊബൈലിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ ഡോക്ടർമാർക്ക് ചികിത്സിക്കേണ്ടി വരുന്നതെന്നാണ് ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ. എനിക്ക് വേറൊരു കാര്യം അറിയാൻ സാധിച്ചത്, ഇവിടെ മോർച്ചറിയിൽ ഒരു ബോഡി വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ല. അവർക്ക് ദാരുണമായ രീതിയിൽ മരണം സംഭവിച്ചതിന് ശേഷമാണ്. അപ്പോ അവിടത്തെ സംബന്ധിച്ച് വെള്ളം വേണമെങ്കിൽ ഈ കൂടെയുള്ളയാള് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് അവിടെ കൊടുത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. പാലമുറ്റത്ത് വിജയകുമാർ, ബിജു ആമ്പക്കാട്ട്, ബിപിൻ രാജ്, സുനിത രാജു, ആർ രാജേഷ്, കെ പ്രസാദ്, സുരേഷ് കുമാർ ആലക്കൽ, അഭിലാഷ് പമ്പ, അഹിബാല, സരസ്വതി രമേശ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് കായംകുളം. കായംകുളം നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CPM പ്രവർത്തകർ നഗരസഭാ ചെയർപേഴ്സന്റെ വീടിന് മുന്നിൽ പ്രതിരോധം സൃഷ്ടിച്ച് മുന്നറിയിപ്പ് നൽകി. മുരുക്കുംമൂട് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ G ശ്രീനിവാസൻ, I റഫീഖ് എന്നിവർ സംസാരിച്ചു. വിദ്യാസമ്പന്നനായിട്ടുള്ള യുവജന വിദ്യാർത്ഥി രംഗത്തൂടെ മഹിളാ രംഗത്ത് ഏരിയ നേതൃത്വ രംഗത്ത് വളർന്നു വന്ന ശശിയെ കായംകുളം പട്ടണത്തെ ചെയർപേഴ്സണായി തീരുമാനിച്ചു. 4.5 വർഷക്കാലം ഭരണം നടത്തി. ഈ 4.5 വർഷക്കാലം കായംകുളം പട്ടണത്തിലെ അഴിമതി എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 4.5 വർഷം കഴിഞ്ഞപ്പോൾ വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം കണ്ടുകൊണ്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് കായംകുളത്തെ ഭരണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതുപോലെ തന്നെ കായംകുളം ചെയർപേഴ്സണെയും പാർലമെന്ററി പാർട്ടി ലീഡറെ അടക്കം അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കായംകുളം പട്ടണത്തിൽ നടത്തിയിരിക്കുന്നത്. പ്രതിഷേധ പ്രകടനത്തിന് R മധു, G അനിൽ, ഹഷ്കർ, നമ്പലശ്ശേരി സെയ്ഫ്,
ജയകൃഷ്ണൻ, റിയാസ്, സുരേഷ്, മോഹനൻ, പ്രസന്ന, സരസ്വതി, അതുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, കായംകുളം. ഫ്രാഞ്ചൈസി ബിസിനസ് അടിസ്ഥാനത്തിൽ റൂട്രോണിക്സ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾക്ക് ഹൈക്കോടതിയുടെ വിലക്ക്. ഫോറം ഓഫ് അക്ഷയ സെൻറ്റർ എൻ്റർപ്രനേഴ്സ് അഥവാ ഫെയ്സ് എന്ന സംഘടന ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ തീർപ്പ്. നിലവിലുള്ള ഗവൺമെന്റ് ഉത്തരവുകൾക്ക് വിരുദ്ധമായി ഫ്രാഞ്ചൈസി ബിസിനസ് അടിസ്ഥാനത്തിൽ റൂട്രോണിക്സ് ആരംഭിക്കുവാൻ ഉദ്ദേശിച്ച സ്വകാര്യ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾക്കെതിരെ അക്ഷയ സംരംഭകരുടെ മാത്രം സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെൻറ്റർ എൻ്റർപ്രനേഴ്സ് ഹൈക്കോടതിയിൽ നൽകിയ കേസിന് അക്ഷയ സംരംഭകർക്ക് അനുകൂലമായ തീർപ്പായി. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് വനിതാ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങളിലൂടെ അക്ഷയ കേന്ദ്രങ്ങൾ നൽകി വരുന്ന സേവനങ്ങൾ നൽകാൻ ഉദ്ദേശമില്ലെന്ന റൂട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ കോടതിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ഹിയറിംഗിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സർക്കാർ വകുപ്പുകൾ ലഭ്യമാക്കിയിട്ടുള്ള ഓൺലൈൻ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകാനുള്ള അംഗീകൃത സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ മാത്രമായിരിക്കെ റൂട്രോണിക്സ് അക്ഷയ കേന്ദ്രം മാതൃകയിൽ കേരളത്തിൽ 1000-ഓളം വനിതാ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ ഫ്രാഞ്ചൈസി ഫീ വാങ്ങി തുടങ്ങുന്നതിനെതിരെ ഫേസ് കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ IT മിഷൻ ഡയറക്ടർ നടത്തിയ ഹിയറിംഗിലാണ് റൂട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ അക്ഷയ സേവനങ്ങൾ വനിതാ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങളിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയത്. വനിതാ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങളിലൂടെ കമ്പ്യൂട്ടർ സാക്ഷരതാ പരിശീലനം മാത്രമായിരിക്കും നൽകുന്നതെന്ന് റൂട്രോണിക്സ് IT മിഷൻ ഡയറക്ടറെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് ഫേസ് എതിർപ്പല്ലെന്ന് ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അക്ഷയ ഡയറക്ടറെ അറിയിച്ചു. മറിച്ച് വനിതാ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങളിലൂടെ റൂട്രോണിക്സിന് ഓൺലൈൻ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകണമെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മുൻകൂർ അനുമതി തേടണമെന്ന് അക്ഷയ ഡയറക്ടർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. കേരളത്തിൽ ഓൺലൈൻ ജലസേവന കേന്ദ്രങ്ങൾ അനുവദിക്കാൻ IT വകുപ്പിന് മാത്രമേ അധികാരമുള്ളതിരിക്കെ വ്യാജ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ അനിയന്ത്രിതമായി പെരുകുകയാണ്. ഇതിനെതിരെയുള്ള പോരാട്ടമാണ് ഫേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് അക്ഷയ സേവനങ്ങൾ കുടുംബശ്രീക്ക് നൽകാനുള്ള നീക്കത്തെ ഫേസ് നിയമപരമായി നേരിട്ടിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി ഓൺലൈൻ സേവനങ്ങൾ നൽകാനുള്ള നീക്കത്തെയും ഫേസ് നിയമപരമായി തടഞ്ഞിരുന്നു. അവസാനമായി വനിതാ ഡിജിറ്റൽ സേവ എന്ന പേരിൽ സംരംഭകരിൽ നിന്ന് വൻതുക ഫ്രാഞ്ചൈസിയുടെ പേരിൽ വാങ്ങാനുള്ള നീക്കത്തെയും ഫേസ് ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പി കയർ ഫാക്ടറി തൊഴിലാളി യൂണിയന്റെ 16ാമത് വാർഷികം നടന്നു. പുന്നപ്ര വയലാർ സ്മാരക ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര വയലാർ സ്മാരക ഹാളിൽ സജ്ജമാക്കിയ ആനന്ദവട്ടം ആനന്ദൻ നഗറിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കയറ് നമ്മൾ നല്ല രൂപത്തിൽ പുതിയ യന്ത്രത്തിലടക്കം ഉത്പാദിപ്പിച്ച് പരമാവധി കയർ വെക്കാൻ ശ്രമിക്കുക. കയർ ഫെഡാണ് ഇത് ചെയ്യുന്നത്. ആ കയർ ഫെഡിന് ഇപ്പം ഗവൺമെൻറ് പണം കൊടുത്തിട്ട് എവിടെ ചകിരി ഉണ്ടോ ആ ചകിരി മേടിച്ച് സബ്സിഡൈസ് ചെയ്ത് നേരത്തെ ഉള്ള പോലെ എല്ലാ കയർവിരി സംഘങ്ങൾക്കും കൊടുക്കുക. ആ കയർ ഉത്പാദിപ്പിക്കുക. ആ ഉത്പാദിപ്പിക്കുന്ന കയർ ഫെഡ് തന്നെ ശേഖരിച്ച് കയർ കോർപ്പറേഷൻ വഴി PPS പദ്ധതിയിൽ ഓർഡർ കിട്ടുന്ന എല്ലാ ഓർഡറുകൾക്കും ആവശ്യമായ കയർ നൽകുക. ചെറുകിട ഉത്പാദകരുടെ സഹകരണ സംഘങ്ങൾക്കും ഈ കയർ ലഭ്യമാക്കുക. കയർ വർക്കേഴ്സ് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് CB ചന്ദ്രബാബു മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ പ്രസിഡന്റ് VS മണി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി TR ശിവരാജൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. CITO ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. പ്രസാദ്, CITO വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR ഭഗീരഥൻ, കയർ കോർപ്പറേഷൻ ചെയർമാൻ G. വേണുഗോപാൽ, PP ചിത്തരഞ്ജൻ MLA, H. സലാം MLA, CITO ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ, കയർ വർക്കേഴ്സ് സെന്റർ സെക്രട്ടറി KK ഗണേശൻ, കയർഫെഡ് പ്രസിഡന്റ് TK ദേവകുമാർ, CITO വൈസ് പ്രസിഡന്റ് VB അശോകൻ, CPM മാരാർകുളം ഏരിയ സെക്രട്ടറി P. രഘുനാഥ്, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ സുധീന്ദ്രൻ, അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി C. ഷാംജി, CITO ആലപ്പുഴ സൗത്ത് ഏരിയ സെക്രട്ടറി PP പവനൻ, CITO ആലപ്പുഴ നോർത്ത് ഏരിയ സെക്രട്ടറി JK പ്രവീൺ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. നസീമ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല മരുത്തോർവട്ടം പള്ളിയിൽ കുർബാന തർക്കം. വിശ്വാസികൾ തമ്മിൽ വാക്കേറ്റം. കുർബാന തടസ്സപ്പെട്ടു. പോലീസ് സേനയും പള്ളിയിലെത്തി. പരിപാടി ഇവിടെ നടക്കത്തില്ല, മനസ്സിലായ? അത് നടക്കത്തില്ല. ഞാൻ പറഞ്ഞു, കറക്റ്റ് കാര്യം പറഞ്ഞു. അച്ഛന് പറ്റത്തില്ലെന്ന് എഴുതിത്താ, പ്രശ്നം തീർന്ന്. അച്ഛന് ചൊല്ലാൻ പറ്റില്ലെന്ന് എഴുതിത്താ, പ്രശ്നം തീർന്നില്ലേ? അച്ഛൻ എഴുതിത്താ, അച്ഛന്റെ ലെറ്ററിൽ ഇങ്ങോട്ട് എഴുതിത്താ പറ്റത്തില്ലെന്ന് ചൊല്ലാൻ പറ്റത്തില്ലെന്ന് എഴുതിത്താ, അതോടെ പ്രശ്നം തീർന്ന്.
ഇല്ല അച്ഛാ, അച്ഛനെ ഉപദ്രവിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ മാറി സംസാരിക്കാം കേട്ടോ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏറെ നാളായി നിലനിന്നിരുന്ന കുർബാന തർക്കം കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പിൽ എത്തിയിരുന്നു. ഇതിനിടെയാണ് ചേർത്തല മരുത്തോട്ടം പള്ളിയിൽ കുർബാനയെ ചൊല്ലി തർക്കവും വാക്കേറ്റവും ഉണ്ടായത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ജനാഭിമുഖ കുർബാന വേണമെന്ന ഒരു വിഭാഗം വിശ്വാസികളുടെ ആവശ്യം വൈദികൻ നിരാകരിച്ചതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. തർക്കവും വാക്കേറ്റവും രൂക്ഷമായതോടെ കുർബാന തടസ്സപ്പെട്ടു. സംഭവത്തെ തുടർന്ന് പോലീസ് സേനയും എത്തിയിരുന്നു. പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ സഭാ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ 5 വയസ്സുകാരൻ തോട്ടിൽ വീണ് മരിച്ചു. എടത്വ ചെക്കിടിക്കാട കണിയാമ്പറമ്പിൽ ജെയ്സൺ തോമസിൻ്റെയും ആഷയുടെയും മകൻ 5 വയസ്സുള്ള ജോഷുവ ആണ് തോട്ടിൽ വീണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് നിന്ന് കളിച്ചിരുന്ന കുട്ടിയെ കാണാതായതിനെ തുടർന്ന് തോട്ടിൽ തെരച്ചിലിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. പച്ച സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം നടക്കുമ്പോൾ ജെയ്സന്റെ മാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ജോഷുവയുടെ മാതാവ് ആശ വിദേശത്തും ജെയ്സൺ തിരുവല്ല KM ചെറിയാൻ ഹോസ്പിറ്റലിൽ മെയിൻ നഴ്സുമാണ്. 8 വർഷത്തിന് മുൻപ് ജെയ്സന്റെ സഹോദരിയുടെ 2.5 വയസ്സുള്ള മകനും വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ട്. പച്ച സെന്റ് സേവിയേഴ്സ് UP സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥി ജോസ്ഫിൻ ഏക സഹോദരനാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CI2ന്റെ ചേർത്തല യൂണിറ്റ് സമ്മേളനം നടന്നു. ചേർത്തല NSS യൂണിയൻ ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CI2ന്റെ ചേർത്തല യൂണിറ്റ് സമ്മേളനം നടന്നു. ചേർത്തല NSS യൂണിയൻ ഹാളിൽ സജ്ജമാക്കിയ S സുജിമോൻ നഗറിലാണ് സമ്മേളനം നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് CK ഷാജിമോൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം B സുഷമകുമാരി രക്തസാക്ഷി പ്രമേയവും യൂണിറ്റ് കമ്മിറ്റി അംഗം AT അരുൺ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം BS മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S വിനോദ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സമ്മേളനങ്ങളിലെല്ലാം തന്നെ KSRTC തൊഴിലാളികളുടെ ആകുലതകൾ വളരെ വലുതായിരുന്നു. സിംഗിൾ ഡ്യൂട്ടി സാർവത്രികമാക്കുന്നു എന്ന മാനേജ്മെൻറ്റിൻ്റെ തിക്കൂരം, പണിയെടുത്താൽ കൂലി കിട്ടാത്ത അവസ്ഥ, തൊഴിൽ മേഖലയിലാകെ അരാജകത്വം നിലനിൽക്കുന്ന കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തും ഇത് നമുക്ക് അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന വേദന നിറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സമ്മേളനങ്ങളിൽ സഹാക്കൾ വന്നിരുന്നത്. അന്ന് ഈ സംഘടനയുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗമായി നിന്നവരെല്ലാവരും തന്നെ ഒന്നായി പറഞ്ഞു, മാറ്റം ഉണ്ടാവും, മാറ്റം സമീപഭാവിയിലുണ്ടാവും. ആ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സമ്മേളനമായിട്ട് ഈ സമ്മേളനം മാറുകയാണ്. അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV തമ്പുരാനെ ചടങ്ങിൽ അനുമോദിച്ചു. ദേശീയ അബാക്കസ് പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ AM മാർഷലിൻ്റെ മകൾ അൻമിയ AM-നെ ചടങ്ങിൽ അനുമോദിച്ചു. യൂണിറ്റ് സെക്രട്ടറി M രജിമോൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ജിതീഷ് സിദ്ധാർത്ഥൻ വരവ് ചെലക്കണക്കും അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി B വിനോദ്, CITU ഏരിയ സെക്രട്ടറി P ഷാജി മോഹൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി A അൻസാർ, ജില്ലാ പ്രസിഡന്റ് മധു B ഗോപൻ, ജില്ലാ ട്രഷറർ R ജയൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MK രജീഷ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് കമ്മിറ്റി അംഗം PO ആന്റണി നന്ദി പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. KCYM അർത്തുങ്കൽ സെൻറ് ജോർജ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ യുവജന ദിനാഘോഷവും യുവജന സംഗമവും സംഘടിപ്പിച്ചു. അർത്തുങ്കൽ സെൻറ് ജോർജ് പാരിഷ് ഹാളിലാണ് പരിപാടി നടന്നത്. KCYM അർത്തുങ്കൽ സെൻറ് ജോർജ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ യുവജന ദിനാഘോഷവും യുവജന സംഗമവും സംഘടിപ്പിച്ചു. അർത്തുങ്കൽ സെൻറ് ജോർജ് പാരിഷ് ഹാളിലായിരുന്നു യുവജന ദിനാഘോഷവും സംഗമവും ഒരുക്കിയത്. ജില്ലാ ഇൻഷുറൻസ് ഓഫീസർ രൂപേഷ് KAS ഉദ്ഘാടനം ചെയ്തു. KCYM ഡയറക്ടർ ഫാദർ ജോൺ കണ്ടത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KCYM പ്രസിഡന്റ് അനൂപ് വർഗീസ് തറയിൽ സ്വാഗതം പറഞ്ഞു. KCYM കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ മെൽട്ടസ് കൊല്ലശ്ശേരി, സെൻറ് ജോർജ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സജി പോളയ്ക്കൽ, KCYM കൊച്ചി രൂപത പ്രസിഡന്റ് കുമാരി ഡാനിയ ആന്റണി എന്നിവർ ആശംസ നേർന്നു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അനിൽ ആന്റണി ചമ്പക്കാട്ട നന്ദി പറഞ്ഞു. തുടർന്ന് കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. അർത്തുങ്കൽ സെൻറ് ഫ്രാൻസിസ് അസീസി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ടോമി കുരിച്ചങ്കൽ നേതൃത്വം നൽകി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ ഞങ്ങൾ
കൂടുന്നത്, ആന്റി ഡ്രഗ്സ് ക്ലാസ് കൂടുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ പോരെ. എന്തിപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ എന്താണ്? രണ്ട് കാര്യം. അതായത് ഒന്നാമതായി ഈ ആന്റി ഡ്രഗ്സ് ക്ലാസ്, അതായത് നമ്മളെ പലരെ സംബന്ധിച്ചും ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇപ്പോൾ കുറേ സാധനം ഉണ്ടല്ലോ, MDMA, അത് ഇത് ചപ്പ് ചവറെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് നമ്മളെ ഇന്നത്തെ നാട്ടില്. ഈ നാട്ടിൽ കൊച്ചിയിനെക്കാളും ഇവിടെ കൂടുതൽ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റും. ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിന് എക്സൈസ് റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി അനിൽകുമാർ നേതൃത്വം നൽകി. വിദേശ വിദ്യാഭ്യാസവും ജോലി സാധ്യതകളും എന്ന വിഷയത്തിൽ അരുണിമ തോമസ് ക്ലാസ് എടുത്തു. സെന്റ് ജോർജ് പള്ളി സഹവികാരി ഫാദർ ജോസഫ് ജിനിൽ കൈതേത്ത് സമാപന സന്ദേശം നൽകി. ഫാദർ ജോൺ കണ്ടത്തിപ്പറമ്പിൽ, ഫാദർ ജോസഫ് ജിനിൽ കൈതേത്ത്, അനൂപ് വർഗീസ് തറയിൽ, ബിൻസി ആന്റണി കണ്ണാട്ട് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആർത്തിങ്കൽ. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ പുതിയ പ്രസിഡന്റ് ചുമതലയേറ്റു. കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റായ NG നായർ പുതിയ പ്രസിഡന്റ് ജോസഫ് കുര്യന് അധികാരം കൈമാറി. ജൂലൈ 5 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് റൊട്ടേറിയൻ NG നായർ പുതിയ പ്രസിഡന്റിന് അധികാരം കൈമാറി. റൊട്ടേറിയൻ ഷമ്മി ജോസഫ് സെക്രട്ടറിയായും റൊട്ടേറിയൻ നന്ദഗോപൻ ട്രഷററായും സ്ഥാനമേറ്റു. And purposeful action. Hand in hand with this, our district team create our own legacy, which encourage each one of us to leave a meaningful impact through service that lasts beyond our time in office. As we work towards fulfilling dream project of our First Lady Governor Rotarian DG Major Donor Dr. Tina Anthony Opal, focused on women empowerment. We are inspired to build a legacy for inclusiveness, dignity and sustainability change. We are planning to test all 7 verticals in Opal. It is not just a project, it's a mission close to our hearts, and we are committed to making it impactful and enduring. All our regular service projects will continue with the same momentum. In fact, we have already made a great start, completing more than 50 projects on the very first day of July. ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് 3211 മുൻ ഗവർണർ റൊട്ടേറിയൻ സുരേഷ് മാത്യു മുഖ്യാതിഥിയായിരുന്നു. സുപ്രസിദ്ധ സിനിമാ താരം സാജൻ പള്ളുരുത്തി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. അധികമായി നമ്മുടെ പ്രശ്നമാണ്, എന്തും അധികമാകാൻ പാടില്ല. പക്ഷെ റോട്ടറിയുടെ ഒരു പ്രധാന തത്വം അതെനിക്ക് മനസ്സിലായത്, അതിന്റെ സമയപരിധി അത് എഴുതി വെച്ചിരിക്കുകയാണ്. ബെല്ലടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, അല്ലേ? ജീവിതത്തിൽ അതെപ്പോഴും സമയം, ടൈം, പണ്ഡിതനായാലും പാമരനായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നതാണ് സൗന്ദര്യം എന്ന് നമ്മൾ പറയും. അല്ല, സൗന്ദര്യം വ്യത്യസ്തമാണ്, ബ്ലഡ് ഗ്രൂപ്പ് വ്യത്യസ്തമാണ്, പല കാര്യങ്ങളും സ്വത്തും ധനവും കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണെങ്കിൽ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയത് ഒന്ന് സമയം മാത്രമാണ്. എനിക്ക് നിങ്ങൾക്ക് 24 മണിക്കൂറാണ് നമ്മളുടെ സമയം. ആ സമയം കൊണ്ട് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ്. അപ്പം എന്തൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും? പണ്ടത്തെ തലമുറകൾ പ്രതിഭകൾ മുദ്ര പതിപ്പിച്ചു പോയവരാണ്, പുതിയ തലമുറ മൂത്രം പതപ്പിക്കുന്നവരാണ്. റൊട്ടേറിയൻ അഡ്വക്കേറ്റ് KB ഹർഷകുമാർ സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ സെക്രട്ടറി ഡോക്ടർ MN ലൂക്കോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ലബിന്റെ ഈ വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഇതോടൊപ്പം നടന്നു. ക്ലബ് ബുള്ളറ്റിന്റെ പ്രകാശനം റൊട്ടേറിയൻ സുരേഷ് മാത്യു നിർവഹിച്ചു. എഡിറ്റർ അബ്ദുൽ ബഷീറിനെ ആദരിച്ചു. ഈ വർഷത്തെ വിവിധയിനം പ്രൊജക്ടുകളും ഉദ്ഘാടനം ചെയ്തു. AG റൊട്ടേറിയൻ ഡോക്ടർ അനിൽ വിൻസെന്റ്, ചേർത്തല ക്ലബ് നിയുക്ത പ്രസിഡന്റ് റൊട്ടേറിയൻ സാംസൺ ജേക്കബ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല ടൗണിന്റെ എല്ലാ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സമീപ ക്ലബ്ബുകളിലെ നിരവധി റോട്ടറി നേതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. പുതുതായി സ്ഥാനാരോഹണം ചെയ്ത സെക്രട്ടറി ഷമ്മി ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. വയലാറിലും ചേർത്തലയിലുമായി പ്രവർത്തിക്കുന്ന ഒയാസിസ് ഹൈബ്രിഡ് ട്യൂഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഹൈബ്രിഡ് പഠന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കുമായി നടപ്പാക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സുകളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒയാസിസ് ഫാബ്സ ഹൈബ്രിഡ് സ്റ്റഡി സിസ്റ്റത്തിന്റെ ട്യൂഷൻ രംഗത്ത് ആദ്യമായി സ്മാർട്ട് ക്ലാസ്, വിഷ്വലൈസേഷൻ, നാനോ വൈസ് പഠന രീതി എന്നിവ കോർത്തിണക്കി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആവിഷ്കരിക്കുന്ന ഹൈബ്രിഡ് പഠന പദ്ധതിയുടെയും വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും വേണ്ടി ആരംഭിക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സുകളുടെയും ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ തന്നെ ഒരു ഉപകരണം ഉണ്ടാക്കുന്നുവെങ്കിൽ എനിക്കത് വിജയിപ്പിക്കാൻ എനിക്ക് വേറെ ആരുടെയും സഹായത്തിൻ്റെ ആവശ്യം വേണ്ടിവരില്ലായിരിക്കാം. ഞാൻ ആത്മാർത്ഥത കാട്ടുന്നുണ്ടോ, ഞാൻ സത്യസന്ധത കാട്ടുന്നുണ്ടോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്.
പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ജനം അംഗീകരിക്കുന്ന ഒരു വിജയം എന്ന് പറയുന്നതിൽ ഈ രണ്ട് ഘടകങ്ങൾ ഉണ്ടാവും. അത് വിശ്വാസ്യത എന്ന് നമ്മൾ പറയും. വിശ്വസിക്കാം. എങ്ങനെയാണ് ആ വിശ്വാസ്യത റജി നേടിയെടുക്കുന്നത്? എങ്ങനെയാണ് ഈ സംഘം അത് നേടിയെടുക്കുന്നത്? അവർ സത്യസന്ധതയും ആത്മാർത്ഥതയും കാട്ടാതെ ഒരു വിശ്വാസ്യതയും ഉണ്ടാവുകയേയില്ല. പരസ്യത്തിനകത്ത് വിശ്വസിക്കാം എന്നെഴുതി വെച്ചാൽ നമ്മളാരും വിശ്വസിക്കില്ല. ഒന്ന് വിശ്വസിച്ചു പോയാൽ ആ വാചകം ശരിയാണോ എന്ന് അനുഭവം കൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ, വയലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സാബു, മുൻ കയർ കോർപ്പറേഷൻ ചെയർമാൻ KR രാജേന്ദ്രപ്രസാദ്, വാർഡ് കൗൺസിലർ മിത്ര വൃന്ദാഭായി, വയലാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UG ഉണ്ണി, വയലാർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ കവിത ഷാജി, ഫാബ്സോ യുവർ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ TAK, ഓവർസീസ് ഇംഗ്ലീഷ് ചേംബർ സ്ട്രാറ്റജിക് ഡയറക്ടർ സാബു തോമസ്, ഒയാസിസ് കോളേജ് സ്റ്റാഫ് സെക്രട്ടറി വിനോദ് തട്ടാമ്പറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഒയാസിസ് കോളേജ് പ്രിൻസിപ്പൽ രമാദേവി സുദർശൻ സ്വാഗതവും ഒയാസിസ് കോളേജ് സ്റ്റാഫ് പ്രതിനിധി ആകേഷ് ഖാൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് ഹൈബ്രിഡ് സ്മാർട്ട് പരിശീലനത്തിൽ രക്ഷിതാക്കൾക്കുള്ള പരിശീലനവും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഓറിയന്റേഷൻ പ്രോഗ്രാമും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. തിരുവിഴ പെരുന്നോർമംഗലം വടക്ക് NSS കരയോഗത്തിൻ്റെ കുടുംബമേളയും വാർഷിക പൊതുയോഗവും നടന്നു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ കുടുംബമേളയും NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണൻ വാർഷിക പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു. പെരുന്നേർമംഗലം വടക്ക് 1604-ാം നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബമേളയും വാർഷിക പൊതുയോഗവും നടന്നു. NSS നായക സഭാംഗവും ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് M രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പന്തളം NSS കോളേജ് മലയാളം വകുപ്പ് മേധാവി ഡോക്ടർ അർച്ചന ഹരികുമാർ മുഖ്യപ്രഭാഷണവും കുടുംബമേള സന്ദേശവും റാങ്ക് ജേതാക്കൾക്കുള്ള ആദരവും നൽകി. ചെറിയ കൂട്ടമായിരിക്കാം നമ്മുടെ ഈ ബാലസമാജം. പക്ഷേ ഇതിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ വളരെ ആർജവത്തോടുകൂടി നിൽക്കാൻ സാധിക്കും, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും. ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഇതിന്റെ റിസൾട്ട് ഉടനെയല്ല കിട്ടുന്നത്. ഇവർ ഓരോ ഘട്ടം പോകുന്തോറും സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണം, ഒരു വിഷയം വന്നാൽ അതിനെ എങ്ങനെ സമീപിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വളരെ പിന്നോട്ട് മാറാതെ മുന്നിലേക്ക് പോകാനുള്ള ഒരു വലിയ വേദി. NSS താലൂക്ക് വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാജാമണി അഷ്ടൈശ്വര്യ കുടുംബ പുരസ്കാരവും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നൽകി. കരയോഗം കമ്മിറ്റി അംഗം G നാരായണൻ നായർ, വനിതാ സമാജം സെക്രട്ടറി മായ സന്തോഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കരയോഗം സെക്രട്ടറി S അപ്പുക്കുട്ടൻ നായർ സ്വാഗതവും കരയോഗം കമ്മിറ്റി അംഗം C രാജീവ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് വാർഷിക പൊതുയോഗം നടന്നു. NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് റിപ്പോർട്ടും കണക്കവതരണവും നടന്നു. വാർഷിക പൊതുയോഗ സമ്മേളനത്തിൽ വിവിധ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ടൈം ന്യൂസ്, ചേർത്തല. മണ്ണഞ്ചേരി പുളിക്കൽ ഇളങ്കാവ് ശിവക്ഷേത്രത്തിലെ നെയ്വിളക്കർച്ചന ഭക്തിസാന്ദ്രമായി. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുഹമ്മ മണ്ണഞ്ചേരി പുളിക്കൽ ഇളങ്കാവ് ശിവക്ഷേത്രത്തിലെ നെയ്വിളക്കർച്ചന ഭക്തിസാന്ദ്രമായി. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങൾ നെയ്വിളക്ക് അർച്ചനയ്ക്ക് എത്തിയിരുന്നു. ദേവസ്തുതികളും വായ്ക്കുരവകളും ഭക്തിനിർഭരമാക്കിയ അന്തരീക്ഷത്തിൽ ഡോക്ടർ പ്രകാശൻ കാരുണ്യ ഹോസ്പിറ്റൽ ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് PM രഘുവരൻ പുളിക്കൽ, വൈസ് പ്രസിഡന്റ് BD പ്രസാദ് മംഗളപുരം, ദേവസ്വം സെക്രട്ടറി CS മനോഹരൻ പുളിക്കൽച്ചിറ, ട്രഷറർ പ്രശാന്ത് കോഴികുളങ്ങര, കണ്ണൻ പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യുന്ന സംസ്കാരവും വളർത്തിയെടുക്കണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നത് മുന്നോട്ടുള്ള വിജയത്തിന് പ്രചോദനമാകുമെന്നും സ്പീക്കർ. നെൽവയലുകളും നീർത്തടങ്ങളും ഇല്ലാതാക്കി ആറന്മുള വിമാനത്താവളത്തിന് അനുമതി നൽകാനാവില്ലെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. നിയമവിരുദ്ധ നടപടികൾക്കായി കുറുക്കുവഴികൾ തേടുന്നത് നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്നും P പ്രസാദ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതിയില്ലാതെ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ രോഗികളെ പരിശോധിച്ച സംഭവം. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും BJPയും.
കായംകുളം നഗരസഭ ചെയർപേഴ്സണെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CPM. ചെയർപേഴ്സന്റെ വീടിന് മുന്നിൽ പ്രവർത്തകർ പ്രതിരോധം സൃഷ്ടിച്ചു. ഫ്രാഞ്ചൈസി ബിസിനസ് അടിസ്ഥാനത്തിൽ റൂട്രോണിക്സ് ആരംഭിക്കാൻ ഉദ്ദേശിച്ച സ്വകാര്യ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾക്ക് ഹൈക്കോടതിയുടെ വിലക്ക്. അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് അഥവാ ഫെയ്സ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് കോടതി തീർപ്പ് കൽപ്പിച്ചത്. ചേർത്തല മരുത്തോർവട്ടം പള്ളിയിൽ കുർബാന തർക്കം. വിശ്വാസികൾ തമ്മിൽ വാക്കേറ്റം, കുർബാന തടസ്സപ്പെട്ടു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസ് സേനയും പള്ളിയിലെത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.